കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു PR വർക്കാണ്, ആർക്കോ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം, വേടൻ ഇങ്ങനെയാണ്, വേടൻ ഇങ്ങനെ ആയേ പറ്റൂ എന്നുള്ള രീതിയിൽ ആ ഒരു ഉറച്ച ലക്ഷ്യത്തോടു കൂടി അതാവണം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി മാധ്യമങ്ങൾ മൈക്ക് നീട്ടി പിടിച്ചുകൊണ്ട് വേടന്റെ മുന്നിൽ പോയി നിൽക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. അത് നമുക്ക് ആ വാർത്തകളെല്ലാം കാണുമ്പോഴേ അറിയാം, വേടനെ എങ്ങനെയെങ്കിലും കരിവാരിത്തേക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം. പക്ഷേ ഇതുകൊണ്ടൊന്നും വേടൻ വാടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് ഞാൻ പറയാൻ സാധിക്കും. കേരളത്തിലെ ജനങ്ങളെല്ലാവരും വേടനൊപ്പം തന്നെയുണ്ട്. കേരളത്തിലെ എല്ലാ യുവജനതയും വേടനൊപ്പം തന്നെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കമൻറ്റ് ബോക്സിലും അല്ലാതെ എല്ലാ കമൻറ്റ് ബോക്സിലും നമുക്കത് കാണുമ്പോഴേ മനസ്സിലാവും. 6 ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? അപ്പോൾ അയാളുടെ കഴുത്തിൽ കിടന്നത് പുലിപ്പല്ലാണെന്നും അയാളുടെ വീട്ടിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം അത് 5 വർഷമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നുവെന്നും പിന്നീട് കഞ്ചാവ് വിൽപ്പന ഉണ്ടായിരുന്നു എന്നുള്ളതായിട്ടും എല്ലാം നമ്മുടെ പോലീസുകാരങ്ങ് എഴുതി ചേർത്തിട്ടുണ്ട്. എങ്ങനെയും കൊടുക്കണം, എങ്ങനെയും പുറത്ത് വിടരുത്. അവൻ ഒന്നുമില്ലാത്തവൻ, അവൻ ഏറ്റവും താഴെ ജാതി കിടന്നവൻ, അവൻ അവിടെ തന്നെ നിന്നാൽ മതി, അവൻ മുകളിലേക്ക് വരണ്ട. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് വേടൻ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. ആ വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണ്. അതിനിടെ